നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് വെളിച്ചെണ്ണയില്ലാത്ത ഒരു അടുക്കളയെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? പക്ഷേ നിങ്ങൾക്ക് ഹൃദ്രോഗമോ പ്രഷറോ ഉയർന്ന കൊളസ്ട്രോളോ ഒക്കെയുണ്ടെങ്കിൽ ഒരു സംശയം സ്വാഭാവികമാണ്. ഈ വെളിച്ചെണ്ണയുടെ ഉപയോഗം അത് തുടരണോ അതോ പൂർണ്ണമായും നിർത്തണോ? അപ്പോ ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഈ ഒരു വലിയ സംശയത്തിന് ശാസ്ത്രീയമായ ഒരു ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. എന്താണ് ശരിക്കും സുരക്ഷിതം? ഇതിനു പകരം വെക്കാൻ പറ്റിയ വേറെ നല്ല ഓപ്ഷനുകളുണ്ടോ? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ ശാസ്ത്രീയ വശങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയതെന്ന്. അതിന് പ്രധാനമായും ഒരു 4 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിൽ സുലഭമാണ്, എളുപ്പത്തിൽ കിട്ടും. പിന്നെ നമ്മുടെ ഭക്ഷണത്തിന് ആ ഒരു പ്രത്യേക രുചി കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. കാലങ്ങളായിട്ട് നമ്മുടെയൊക്കെ ഭക്ഷണക്രമത്തിന്റെ ഭാഗവുമാണ്. അതുമാത്രമല്ല, ഉയർന്ന ചൂടിൽ പാചകം ചെയ്യാനും വെളിച്ചെണ്ണ നല്ലതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വെളിച്ചെണ്ണ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായി മാറിയത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പരമ്പരാഗതം എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം എല്ലാവർക്കും എല്ലാ കാലത്തും സുരക്ഷിതമാകണമെന്നില്ല. പ്രത്യേകിച്ചും മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്നവർ, അല്ലെങ്കിൽ സ്റ്റെന്റോ ബൈപ്പാസ് സർജറിയോ കഴിഞ്ഞിട്ടുള്ളവർ, അതുമല്ലെങ്കിൽ ഈ ചീത്ത കൊളസ്ട്രോളായ LDL വളരെ കൂടുതലുള്ളവർ, ഇവർക്കൊക്കെ ഈ ശീലങ്ങൾ ചിലപ്പോൾ അപകടമായേക്കാം. ശരി, ഇനി നമുക്ക് വെളിച്ചെണ്ണയുടെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് ഒന്ന് കടക്കാം. എന്താണിതിൽ ശരിക്കും അടങ്ങിയിരിക്കുന്നത്? ഈയൊരു നമ്പർ നന്നായി ഓർത്തുവെച്ചോളൂ. 90% കൂടുതൽ. എന്താണിത്? വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന പൂരിത കൊഴുപ്പ്, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവാണിത്. വെളിച്ചെണ്ണയെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യ ഇതുതന്നെയാണ്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. നമ്മൾ സാധാരണ കൊഴുപ്പ് കൂടുതലാണെന്ന് കരുതുന്ന വെണ്ണ, പിന്നെ നെയ്യ്, ഇതിലൊക്കെ ഏകദേശം ഒരു 60-63% വരെയാണ് പൂരിത കൊഴുപ്പുള്ളത്. എന്നാൽ വെളിച്ചെണ്ണയോലോ അത് 90%-നും മുകളിലാണ്. കണ്ടില്ലേ ആ വ്യത്യാസം? അത് വളരെ വലുതാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ പൂരിത കൊഴുപ്പൊരു വില്ലനാവുന്നത്? വളരെ സിമ്പിളാണ്. അത് നമ്മുടെ ശരീരത്തിലെ LDL കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടും. ഈ LDL ആണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് നമ്മൾ പറയുന്നത്. ഇതെന്താ ചീത്താവുന്നത്? കാരണം ഇത് നമ്മുടെ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ പോയി പറ്റിപ്പിടിച്ച് ബ്ലോക്കുകൾ ഉണ്ടാക്കും. ഒടുവിൽ അത് ഹൃദയാഘാതത്തിലേക്കും സ്ട്രോക്കിലേക്കുമൊക്കെ നയിക്കും. ചിലരൊക്കെ പറയാറുണ്ട് വെളിച്ചെണ്ണയില് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്നൊക്കെ പറയുന്ന ചില നല്ല ഘടകങ്ങളുണ്ടെന്ന്. ആ വാദത്തിലൊക്കെ കുറച്ച് സത്യമുണ്ടാകാം. പക്ഷേ അത് ഹൃദ്രോഗികൾക്ക് ബാധകമല്ല. എന്തുകൊണ്ടാണെന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണ ചീത്ത കൊളസ്ട്രോൾ കൂട്ടുമെന്ന കാര്യത്തിൽ വലിയ മെഡിക്കൽ പഠനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ വളരെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങിവരാം. വെളിച്ചെണ്ണ ഉപയോഗിക്കണോ വേണ്ടയോ? പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ടോ? നോക്കൂ, ഇതിന് ഒറ്റവാക്കിൽ ഒരു ഉത്തരമില്ല. ഉപയോഗിക്കാമെന്നോ പാടില്ലാന്ന് പറയാൻ പറ്റില്ല. ഇത് ഓരോ വ്യക്തിയുടെയും ആരോഗ്യനില അനുസരിച്ചിരിക്കും. ഒരു ഉദാഹരണം പറയാം. നല്ല ആരോഗ്യവും വ്യായാമവുമൊക്കെയുള്ളൊരു ചെറുപ്പക്കാരൻ, അയാൾ ചെറിയ അളവിൽ വല്ലപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ ദോഷം വരാൻ സാധ്യതയില്ല. പക്ഷേ ഒരു ഹൃദ്രോഗിയുടെ കാര്യം അങ്ങനെയല്ല. ദിവസവും വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുന്നത്, പ്രത്യേകിച്ച് വറുക്കാനും പൊരിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്ന, എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ എളുപ്പത്തിൽ കിട്ടുന്ന മറ്റെണ്ണകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കടലയെണ്ണ, സൂര്യകാന്തി എണ്ണ, തവിടെണ്ണ എന്നിവയൊക്കെ ദൈനംദിന പാചകത്തിന് വളരെ മികച്ച ഓപ്ഷനുകളാണ്. ഇവയിലെല്ലാം പൂരിത കൊഴുപ്പ് കുറവായതുകൊണ്ട് ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കാൻ സഹായിക്കും. ഒലീവ് എണ്ണയും വളരെ നല്ലതാണ്. പക്ഷെ സാലഡ് പോലെയുള്ള വിഭവങ്ങൾക്കാണ് അത് കൂടുതൽ യോജിച്ചത്. നമ്മുടെ ഉയർന്ന ചൂടിലുള്ള പാചകത്തിന് അത്ര നല്ലതല്ല. ഇവിടെ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഒരു തന്ത്രം എന്ന് തന്നെ പറയാം. ഒരേ എണ്ണ തന്നെ മാസങ്ങളോളം ഉപയോഗിക്കരുത്. പലതരം നല്ല എണ്ണകൾ മാറി മാറി ഉപയോഗിക്കുന്നത്, അതാണ് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ല ശീലം. ഓക്കെ, ഇനി വെളിച്ചെണ്ണയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ സാധാരണയായി കേൾക്കുന്ന ചില തെറ്റിദ്ധാരണകളും അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യവും എന്താണെന്നുകൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു ധാരണയുണ്ട്, ഇത് നാച്ചുറലാണ്, പ്രകൃതിദത്തമാണ്, അതുകൊണ്ട് സേഫാണ് എന്ന്. എന്നാൽ ഓർക്കുക, പ്രകൃതിദത്തമായതുകൊണ്ട് മാത്രം ഒന്ന് ആരോഗ്യത്തിന് നല്ലതാകണമെന്നില്ല. രണ്ടാമത്തെ വാദം, നമ്മുടെ പൂർവികരിത് ഉപയോഗിച്ചിരുന്നു, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നതാണ്. ശരിയാണ്, അവരുപയോഗിച്ചിരുന്നു. പക്ഷേ അവരുടെ ജീവിതശൈലി നമ്മുടേതുപോലെ ആയിരുന്നില്ല. അവരെത്രയോ അധികം നടക്കുകയും അധ്വാനിക്കുകയും ചെയ്തിരുന്നു.
അവസാനമായി എണ്ണ മാറ്റിയാൽ മാത്രം മതി എന്നൊരു ചിന്തയുണ്ട്. അത് തെറ്റാണ്. എണ്ണ മാറ്റുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതോടൊപ്പം ശരിയായ ഭക്ഷണക്രമം, വ്യായാമം, പിന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഇതെല്ലാം ഒരുപോലെ അത്യാവശ്യമാണ്. ശരി. അപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ഹൃദ്രോഗികളായ ആളുകൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാം. ഓർമ്മിക്കാൻ എളുപ്പത്തിന് ഒരു 4 കാര്യങ്ങൾ പറയാം. 1. വെളിച്ചെണ്ണയുടെ സ്ഥിരമായ ഉപയോഗം പരമാവധി കുറയ്ക്കുക. 2. കടലയെണ്ണ, തവിടെണ്ണ, സൂര്യകാന്തി എണ്ണ പോലുള്ളവ പാചകത്തിനായി തിരഞ്ഞെടുക്കുക. 3. ഏതെണ്ണയാണെങ്കിലും അളവ് കുറയ്ക്കുക. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ എപ്പോഴും നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശം കൃത്യമായി പാലിക്കുക. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, രുചിയേക്കാൾ എത്രയോ പ്രധാനമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി ഇന്നുമുതൽ നിങ്ങളുടെ അടുക്കളയിൽ എന്തൊരു ചെറിയ മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? ചിലപ്പോൾ ആ ഒരു ചെറിയ തീരുമാനം മതിയാകും നിങ്ങളുടെ ജീവിതത്തെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ.